ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ഈശോയുടെ പരിശുദ്ധമായ രക്തത്തിൻ്റെ അനന്ത യോഗ്യതകളെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് എന്നേക്കും മഹത്വവും പ്രതാപവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം, അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. എത്രയോ അത്ഭുതകരമായ ദൈവത്തിൻ്റെ വചനം. യേശുക്രിസ്തു വധിക്കപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ അവൻ്റെ മേൽ വിജയം നേടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ രക്തം നമ്മുടെ ജീവിതത്തിന് വിലയേറിയ ഔഷധമാണ്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. വിശുദ്ധ ബൈബിളിൻ പ്രകാരം ഇത് നീതിമാൻ്റെ രക്തമാണ്, ഇത് നിഷ്കളങ്ക രക്തമാണ്, ഇത് അമൂല്യ രക്തമാണ്. നമുക്കൊന്നു ചേർന്ന് ഈ പരിശുദ്ധ രക്തത്തിൻ്റെ അനന്ത യോഗ്യതകളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കേട്ട വെളിപാടിൻ്റെ പുസ്തകത്തിലെ പരിശുദ്ധമായ തിരുവചനങ്ങളോട് ചേർന്ന് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തമേ, ജീവനുള്ള രക്തമേ, യേശുവിൻ്റെ രക്തമേ, എന്നെ വിശുദ്ധീകരിക്കുന്ന, എന്നെ കഴുകുന്ന, എനിക്ക് വിമോചനം നൽകുന്ന, എനിക്ക് സൗഖ്യം നൽകുന്ന, എനിക്ക് സമാധാനം നൽകുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ 3 പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന 3 മേഖലകൾ. ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കുറ്റബോധമുണ്ട്. ഒരു കുറ്റബോധത്തിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കുറവുകൾ, നമ്മൾ വീണുപോയ നിമിഷങ്ങൾ, അങ്ങനെ നമ്മളോട് തന്നെയുള്ള വെറുപ്പ്, പുച്ഛം, ഇങ്ങനെ കുറ്റബോധങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. മറ്റൊരു നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് നമ്മുടെ തന്നെ ബലഹീനത. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല, സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, വെറുപ്പ് മാറ്റാൻ സാധിക്കുന്നില്ല, മടി മാറ്റാൻ സാധിക്കുന്നില്ല, പുകവലി മാറ്റാൻ സാധിക്കുന്നില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഒരു അടിമത്തം കാണുകയാണ്, ഒരു തളർച്ച കാണുകയാണ്, നമ്മൾ വിഷമിക്കുകയാണ്, ഇതിൽ നിന്ന് കരകയറുവാൻ സാധിക്കുന്നില്ല. മറ്റൊരു മേഖലയാണ് നിഷേധാത്മകമായ ചിന്തകൾ നിരന്തരം നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം വെറുപ്പിൻ്റെ ചിന്തകൾ കടന്നു വരുന്നു, തിന്മയുടെ ചിന്തകൾ കടന്നു വരുന്നു, മറ്റുള്ളവരെ വിധിക്കുന്ന ചിന്തകൾ കടന്നു വരുന്നു. മനസ്സ് നിറയെ നിരന്തരം ദൈവവചനത്തിന് എതിരായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയാണ്. മനസ്സ് നിറയെ ലോകത്തിൻ്റെ മോഹങ്ങൾ കടന്നു വരികയാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ പൈശാചികമായ ചിന്തകളും പൈശാചികമായ ആലോചനകളും കടന്നു വന്ന് നമ്മുടെ ജീവിതം ഒരു ദൈവപുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ. തീർച്ചയായും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട്, പുത്രൻ്റെ രക്തം നൽകിക്കൊണ്ട് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു മരുന്ന്, ഏറ്റവും മനോഹരമായ ഒരു ഔഷധം, നമ്മളെ സുഖപ്പെടുത്തുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുകയാണ്. തുടർന്നുള്ള 3 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്വീകരിക്കണം.
ഒന്നാമത്തെ വചനം നമ്മൾ ധ്യാനിക്കുന്നത് 1 പത്രോസ് 1-ാം അധ്യായം 18-19 തിരുവചനങ്ങളാണ്. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് മാസ്റ്റർബേഷന് അടിമത്തം അനുഭവിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അടിമത്തം അനുഭവിക്കുന്നുണ്ടോ? തെറ്റായ ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടും അതിൻ്റെ കുരുക്കിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നുണ്ടോ? ഇവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനം പറയുകയാണ്, പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിനക്ക് വീണ്ടെടുക്കപ്പെടുവാൻ സാധിക്കും. നിന്റെ മുൻകോപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിനക്ക് വീണ്ടെടുക്കപ്പെടുവാൻ സാധിക്കും. നിന്റെ ബലഹീനതകളുടെ ഏത് അവസ്ഥയിൽ നിന്നും നിന്നെ വിമോചിപ്പിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ രക്തത്തിന് സാധിക്കും. ശുശ്രൂഷാ ജീവിതത്തിൽ അനേകായിരങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തം സുഖപ്പെടുത്തുന്ന, വിമോചിപ്പിക്കുന്ന, അനേകരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന, അനേക പാപങ്ങളിൽ നിന്ന്, അനേക അടിമത്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികൾ നേരിട്ട് കാണുവാൻ, നേരിട്ട് കേൾക്കുവാൻ, അങ്ങനെയുള്ള വ്യക്തികളെ അവരുടെ സജീവമായ സാക്ഷ്യത്തിൻ്റെ ജീവിതം നോക്കിക്കാണുവാൻ കൃപ ലഭിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനമാണ് എബ്രായലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തം നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിലേക്ക് ഒരു തെറ്റായ ചിന്ത കടന്നു വരുമ്പോൾ, മനസ്സിലേക്ക് ഒരു കുറ്റപ്പെടുത്തൽ കടന്നു വരുമ്പോൾ, മനസ്സിലേക്ക് ഒരു അകാരണമായ ചിന്ത അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു ചിന്ത കടന്നു വരുന്ന ആ നിമിഷത്തിൽ തന്നെ, ഒരു വെറുപ്പ് കടന്നു വരുമ്പോൾ തന്നെ, ഒരു ജഡ്ജ്മെൻറ്റ് കടന്നു വരുമ്പോൾ തന്നെ, ഒരു നുണചിന്ത കടന്നു വരുമ്പോൾ തന്നെ, ഒരു പൈശാചിക മനോഭാവം കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ എന്തെടുക്കണം? നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം ബോധത്തോടെ നമ്മുടെ ആ ചിന്തകളിലേക്ക്, ആ ജീവനില്ലാത്ത പ്രവൃത്തികളിലേക്ക്, നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളിലേക്ക് വിശ്വാസത്തോടെ യേശുക്രിസ്തുവിൻ്റെ രക്തം തളിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 3:25 നമ്മളെ പഠിപ്പിക്കുന്നത്, വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്കായി നിശ്ചയിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 3-ാമത്തെ തിരുവചനമാണ് എബ്രായലേഖനം 10-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. അനേകർ പള്ളിയിൽ പോകുന്നുണ്ട്, അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, പക്ഷെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള ഉറപ്പില്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ഉറപ്പില്ല. പാപഭാരവും ചുമന്ന് നടക്കുകയാണ്, കുറ്റബോധവും പേര് നടക്കുകയാണ്, മനസ്സിൻ്റെ ഭാരങ്ങൾ കയറി ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവദായകമായ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. കാരണം അവൻ നവീനവും സനാതനവുമായ ഒരു പുതിയ പാത തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്കായി തുറന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറപ്പായും യേശുക്രിസ്തുവിൻ്റെ നീതീകരണത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മളെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് തീർച്ചയായും കടന്നു പോകും. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മോചന ദ്രവ്യമായി തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നമ്മൾ തീർച്ചയായും സ്വർഗത്തിലേക്ക് കടന്നു പോകും. അതേ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് എല്ലാ ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തനിക്ക് വേണ്ടി സ്വന്തമാക്കിയത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്താൽ, ആ രക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തത്തിൻ്റെ യോഗ്യതയാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വീണ്ടും നമ്മൾ ഏറ്റുപറയണം, റോമാ 3:25, വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി
ദൈവം യേശുക്രിസ്തുവിനെ, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തെ എനിക്കായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകുകയാണ്. അടുത്ത ഒരു മാസക്കാലം നിങ്ങൾ ഈ 3 തിരുവചനങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. 1 യോഹന്നാൻ 1:7 നമ്മൾ പഠിക്കുന്ന ഒരു വചനമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിശുദ്ധ കുമ്പസാരത്തിനു മുമ്പും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പറയണം, യേശുവേ, എൻ്റെ പാപങ്ങളെല്ലാം ഓർത്ത് മനസ്തപിച്ച് എഴുതി നന്നായിട്ട് ഒരുങ്ങിയിട്ട് പറയണം, ഈശോയെ, ഈ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിന് ശേഷം നമ്മൾ വലിയ സന്തോഷത്തോടെ ചെയ്യണം, ഈശോയെ, ഈ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിച്ച് എന്നെ സ്വന്തമാക്കിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജഡിക പാപത്തെ വിമോചിപ്പിച്ച് അതിനെ കഴുകി ശുദ്ധീകരിച്ചതിനെ ഓർത്ത്, എൻ്റെ വെറുപ്പിനെ എടുത്തു മാറ്റി എന്നെ ശുദ്ധീകരിച്ചതിനെ ഓർത്ത്, എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിച്ചതിനെ ഓർത്ത്, എൻ്റെ അഹങ്കാരത്തെ എടുത്തു മാറ്റി എന്നെ ശുദ്ധീകരിച്ചതിനെ ഓർത്ത്, എൻ്റെ അനുസരണക്കേടിനെ എടുത്തു മാറ്റി എന്നെ ശുദ്ധീകരിച്ചതിനെ ഓർത്ത്, എൻ്റെ പൊന്നീശോയെ, ഞാൻ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് സ്തുതിക്കണം. ഈ തൊട്ടടുത്ത കുമ്പസാരം കഴിയുമ്പോൾ തന്നെ കുമ്പസാരത്തിന് മുമ്പും കുമ്പസാരത്തിന് ശേഷവും ഇത് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ കണ്ട 1 പത്രോസ് 1:18-19 നിങ്ങളുടെ ചില തഴക്ക ദോഷങ്ങൾ, നിങ്ങളുടെ ചില അടിമത്തങ്ങൾ, അത് ഇൻ്റർനെറ്റിലാകട്ടെ, അത് കണ്ണുകളിലാകട്ടെ, അത് സംസാരത്തിലാകട്ടെ, അത് മടിയിലാകട്ടെ, അത് വ്യക്തിബന്ധങ്ങളിലാകട്ടെ, അതൊന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് വിശ്വാസത്തോടെ ഒരു 10-30 ദിവസം എല്ലാ ദിവസവും വിശ്വാസത്തോടെ റോമ 3:25 പ്രകാരം ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നിന്റെ അടിമത്തത്തിലേക്ക്, നിന്റെ ബലഹീനതയിലേക്ക്, നിന്റെ ബന്ധനത്തിലേക്ക് യേശുവിനെ സ്നേഹത്തോടു കൂടി നീ ക്ഷണിക്കുക. യേശുവിൻ്റെ അത്ഭുത രക്തം നിനക്ക് വിമോചനം നൽകുന്ന അത്ഭുതകരമായ പ്രവൃത്തി നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ ആത്മാവിൽ പ്രത്യക്ഷപ്പെടുന്നത് അനുഭവിക്കുവാൻ കർത്താവായ ഈശോ നമുക്ക് തീർച്ചയായും അനുഗ്രഹം നൽകും. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹെബ്രായലേഖനം 9:14 തിരുവചനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ദുശ്ചിന്തകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നിഷേധാത്മക ചിന്തകളാണ്? ആത്മഹത്യാ ചിന്തകളാണോ? മറ്റുള്ളവരെ എതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്തകളാണോ? അമ്മായപ്പനെതിരെ, അമ്മായിമ്മയ്ക്കെതിരെ, ഭർത്താവിനെതിരെ, ഭാര്യയ്ക്കെതിരെ, മക്കൾക്കെതിരെ, വൈദികർക്കെതിരെ എന്തൊക്കെ ചിന്തകളാണ് നിരന്തരം നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എഴുതി വയ്ക്കുക. ഈ വചനത്തോട് ചേർത്ത് വെച്ച്, യേശുവേ, ഈ പരിശുദ്ധ വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന, ബൊമ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിഷേധാത്മക ചിന്തകളിലേക്ക് യേശുവേ, നിന്റെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി അയക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്ത 30 ദിവസം പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ കണ്ട ഹെബ്രായലേഖനം 10:19-20 തിരുവചനങ്ങൾ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഏറ്റുപറഞ്ഞ്, കർത്താവേ, അങ്ങ് എനിക്ക് സ്വർഗം നൽകിയിരിക്കുന്നല്ലോ, കർത്താവേ, അങ്ങ് എൻ്റെ കുറ്റബോധത്തിൽ നിന്ന് വിമുക്തനായിരിക്കുന്നല്ലോ, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണല്ലോ, മകളാണല്ലോ, കർത്താവേ, പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നൽകിയതിനായി, എൻ്റെ വീണ്ടെടുത്തതിനായി, പുതിയ ഉടമ്പടിയുടെ രക്തത്താൽ സ്വർഗത്തെ എനിക്ക് വിലയായി നൽകിയതിനായി, സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശനം നൽകിയതിനായി, എൻ്റെ പാപത്തിൻ്റെ മേൽ എനിക്ക് വിജയം നൽകുന്നതിനായി, സാത്താൻ്റെ മേൽ എനിക്ക് വിജയം നൽകുന്നതിനായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത 10-30 ദിവസം നമ്മൾ ഈ പരിശുദ്ധ വചനങ്ങളോട് ചേർന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ അനന്തയോഗ്യതയാൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ഡെലിവറൻസുകൾ, അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, വ്യക്തി ജീവിതത്തിൽ സംഭവിക്കും. അത് സംഭവിച്ചു കഴിയുമ്പോൾ ഈ സഖിയോൻ്റെ വീഡിയോയിൽ, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് 2 കരങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്.
യേശുക്രിസ്തുവിൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ രക്തത്താലാണ്. തൻ്റെ രക്തം നമുക്കായി നൽകി. പടയാളികളിൽ ഒരുവൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഞങ്ങൾക്കായി പൊട്ടിയൊഴുകിയ പരിശുദ്ധ രക്തമേ, നിന്റെ രക്തത്തിൻ്റെ അനന്ത യോഗ്യതയിലേക്ക്, പുതിയ ഉടമ്പടിയുടെ രക്തത്തിൻ്റെ അനന്ത യോഗ്യതയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. എബ്രായലേഖനം 12:24 നമ്മളെ പഠിപ്പിക്കുകയാണ്. ആബേലിൻ്റെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആബേലിൻ്റെ രക്തം നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവ് ആ നിലവിളി കേട്ടു എന്ന് വചനം പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തം. അത് ബൈബിൾ ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഇത് സ്പീക്കിംഗ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തം പിതാവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് ഹൃദയത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും യേശുവിൻ്റെ രക്തത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമ്മൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുക. സ്നേഹബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ്റെ കൂട്ടായ്മയിൽ, സഖിയോൻ ശുശ്രൂഷകളുടെ കൂട്ടായ്മയിൽ ഈ തിരുവചനം ശ്രവിക്കുന്ന ദാസന്മാരിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയും കൃപയും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ.